ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്നും ഒരു നൈക്ക ഹാളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നൈക്കയിൽ ഇപ്പോൾ പിങ്ക് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. കുറേ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 3 ഡപ്പ കൊള്ളുന്ന സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുള്ളൂ. അതും നല്ല ഓഫർ ഉണ്ട് എന്ന് കണ്ട സാധനങ്ങളാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. കൂടുതലും ഇപ്രാവശ്യം ഞാൻ സ്കിൻ കെയറിനാണ് കേട്ടോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ മോസ്റ്റ്ലി സ്കിൻ കെയറിനുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇങ്ങനെ വന്നപ്പോഴേക്കും ഈ പാക്കറ്റിൻ്റെ നടുക്കൊക്കെ ഇങ്ങനെ പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. അതിപ്പോൾ ഹാൻഡ്ലിങ്ങിൽ വന്ന മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിന് ആരെങ്കിലും ഓൺ ദ വേ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ എടുക്കാൻ നോക്കിയതാണോ എന്ന് നോക്കി. പക്ഷേ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പക്ഷേ പാക്കേജ് കുറച്ച് ടാമ്പേർഡ് ആയിരുന്നു. നൈക്കി ഇങ്ങനെ പിങ്ക് സമ്മർ സെയിൽ, പിങ്ക് ഫ്രൈഡേ സെയിൽ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന സമയങ്ങളിൽ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഡീലിന് കുറേ സാധനങ്ങൾ കിട്ടും. ഒന്നില്ലെങ്കിൽ 50% ഡിസ്കൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ 60% ഡിസ്കൗണ്ട് ഉണ്ടാവും. ചിലത് ബൈ വൺ ഗെറ്റ് വണ്ണിലുണ്ടാകും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വിഷ് ലിസ്റ്റ് ചെയ്ത സാധനങ്ങളുണ്ടല്ലോ, ഈ ഒരു സമയത്ത് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ കുറച്ച് കൊറിയൻ സൺസ്ക്രീൻ മേടിച്ചിട്ടുണ്ട്. ഇസിൻട്രിയുടെ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത്. സംഭവം വളരെ ചെറുതാണ്. നമ്മൾക്ക് ഒരു 300 സംതിങ് രൂപയ്ക്ക് മേടിച്ചതാണെങ്കിൽ ഒരു 3 ടൈംസ് യൂസിനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. അതൊരു കൊറിയൻ സൺസ്ക്രീൻ. പിന്നെ ഇതൊരു ഡെൻ്റൽ ഫ്ലോസ് ആണ്. നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട് ഈ ഡെൻ്റൽ ഫ്ലോസ്. നല്ല ക്വാളിറ്റിയാണ്. പിന്നെ അടുത്ത ഡപ്പയിൽ എന്താണെന്ന് നോക്കാം. ഇപ്രാവശ്യം ഞാൻ കൂടുതലും സ്കിൻ കെയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ 3 തരം സൺസ്ക്രീനാണ് മേടിച്ചത്. എല്ലാം കൊറിയൻ സൺസ്ക്രീനാണ് കേട്ടോ മേടിച്ചത്. എന്തോ കൊറിയൻ സൺസ്ക്രീനോട് എനിക്കൊരു ഇഷ്ടം കൂടുതലുണ്ട്. അവരുടെ സൺസ്ക്രീൻസൊക്കെ കുറച്ചും കൂടി എഫക്റ്റീവാണ് എന്നുള്ളൊരു ഇതെനിക്കുണ്ട് കേട്ടോ. അവിടെ സ്കിൻ കെയർസ് എല്ലാം തന്നെ അടിപൊളിയാണ്. കൊറിയൻ ആളുകളുടെ സ്കിൻ കെയർ റുട്ടീൻ തന്നെ സൂപ്പറാണ്. അവരുടെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. സ്നെയിൽ മ്യൂസിനൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് മേടിച്ചിട്ടില്ല ഇതുവരെ. എനിക്കത് മേടിക്കണം എന്നുണ്ട്, വിഷ് ലിസ്റ്റഡ് ആണ്. പക്ഷേ എന്തോ ഞാനത് ഇതുവരെ മേടിച്ചിട്ടില്ല. നല്ല ഹൈപ്പുള്ളൊരു പ്രൊഡക്റ്റും ആണത്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇങ്ങനത്തെ ഒരു റാപ്പിലാണ് അവരെല്ലാ പ്രൊഡക്ട്സും അഴക്കുന്നത്. സെറാവയുടെ ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇത് സെറാവയുടെ കൂടെ എനിക്ക് ഫ്രീ സാമ്പിൾ കിട്ടിയതാണ്. പിന്നെ ഇത് ബ്യൂട്ടി ഓഫ് ജോസൻ്റെ സൺസ്ക്രീമാണ്. ഇതും ഒരു കൊറിയൻ ബ്രാൻഡാണ്. റൈസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊബയോട്ടിക് സൺസ്ക്രീൻ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. എന്താണിത്, ഹൈപ്ഡ് ആണല്ലോ, അപ്പോൾ ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്, സെറാവയുടെ ഒരു ചെറിയ സാമ്പിൾ. ഇത് മോയ്സ്ചറൈസറാണ് വിത്ത് SPF ആണ്. അപ്പോൾ അതും ഈ പിങ്ക് സെയിലിൽ നമുക്ക് ഇതേപോലെ കുറേ സാമ്പിൾസും ഗിഫ്റ്റ്സൊക്കെ കിട്ടും. ഇനി അടുത്ത പ്രൊഡക്റ്റ് റെറ്റിനോളും പിന്നെ മെയ്ബലിൻ്റെ ഒരു കൺസീലറും ആണ് കേട്ടോ. ഓലയുടെ റെറ്റിനോളാണ്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെറ്റിനോളാണ് കേട്ടോ ഇത് ഫിറ്റ് മീ റേഞ്ചിൽ വരുന്ന കൺസീലറാണ്. ഷെയ്ഡ് വന്നിട്ട് മീഡിയം ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അതും മേടിച്ചു. പിന്നെ ഓലയുടെ എൻ്റെ റെറ്റിനോൾ തീർന്നു പോയി. ഞാൻ സാധാരണ ന്യൂട്രജിനയുടെ റെറ്റിനോളാണ് ഉപയോഗിക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് ന്യൂട്രജിന. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ന്യൂട്രജിനയുടെ ഇല്ല, നൈക്കയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ന്യൂട്രജിന കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രിഫറൻസ് ഉള്ളത് ഓലെ ബ്രാൻഡാണ്. ഓലയുടെ ഒരു റെറ്റിനോൾ ആണ്. കുഞ്ഞ് ഡപ്പയിലാണ് വരുന്നത് കേട്ടോ. എന്നാലും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും. കാരണം നമ്മൾ ഒരുപാടൊന്നും റെറ്റിനോൾ യൂസ് ചെയ്യില്ലല്ലോ, ഒരു എമൗണ്ട് അല്ലേ യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എനിക്കിത് മതിയാകും. ഒരു 2 മാസത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഒലയുടെ ഓഫർ ഉണ്ടായിരുന്നു, മീൻസ് നല്ല ഡിസ്കൗണ്ടിലായിരുന്നു അത്. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റും കൂടി ഒലയുടെ റെറ്റിനോൾ മേടിച്ചു. അപ്പോൾ ഞാൻ ടോട്ടൽ 2 റെറ്റിനോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒലയുടെ. നൈറ്റ് ടൈം സ്കിൻ റൂട്ടീനിൽ റെറ്റിനോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. റിങ്കിൾസും ആൻറ്റി ഏജിങ്ങിനൊക്കെ നല്ലതാണ് റെറ്റിനോൾ. സെറാവയുടെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മോയ്സ്ചറൈസർ. ഇത് സെറമൈഡ്സ് ഉള്ള ക്രീമാണ്. നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നല്ല അതിനൊരു ജീവൻ കൊടുക്കുന്നൊരു ക്രീമാണ് കേട്ടോ സെറാവെ. ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. സെറാവയ്ക്ക് അങ്ങനെ ഓഫേഴ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ഓഫേഴ്സൊന്നും അതിലങ്ങനെ കൊടുത്ത് കാണാറില്ല. കാരണം ആരാണെങ്കിലും മേടിക്കും ആ പ്രൊഡക്റ്റ്. അതുകൊണ്ട് ഫ്രീ സാമ്പിൾസ് മാത്രമേ കിട്ടാറുള്ളൂ കേട്ടോ. പിന്നെ ഇത് ബയോറിൻ്റെ UV. ഇതും കൊറിയൻ സൺസ്ക്രീമാണ്. വാട്ടർ ജെൽ സൺസ്ക്രീമാണ്. അപ്പോൾ എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് ഒന്ന് ഹൈഡ്രേറ്റും ചെയ്യണം, പിന്നെ സൺ പ്രൊട്ടക്ഷനും തരുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ നോക്കിയത്. ബയോറിൻ്റെ നല്ല റിവ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചു. എനിക്ക് കുറച്ച് ഡിസ്കൗണ്ടിലും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫേസ് റേസറാണ്. സിറോണയുടെ ഫേസ് റേസറാണ്. 79 റുപ്പീസാണ് ഒരെണ്ണത്തിന് വരുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ കായുടെ റേസറാണ് യൂസ് ചെയ്തതെങ്കിലും ഒരു വെറൈറ്റിക്ക് വേറൊരു ബ്രാൻഡ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. ഇതിങ്ങനെയാണ് വരുന്നത്.
ഒരെണ്ണത്തിനാണ് 79 രൂപ. പക്ഷേ ഇതിൻ്റെ ബ്ലേഡ്സ് നല്ല ബ്രോഡാണ് കേട്ടോ, നല്ല നീളമുണ്ട്. അത് മാത്രമല്ല കായുടെ റേസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഇത് കുറച്ചൊരു എന്താ പറയുക പോക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാലും നമുക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ അറിയിക്കാം. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റത്തെ ഡപ്പ തുറക്കാം. ഇത് കുറച്ച് ഹെവി ബോക്സാണ്. ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്ത പിങ്ക് സെയിൽ തുടങ്ങിയപ്പോൾ തന്നെ ഓർഡർ ചെയ്തൊരു സാധനമാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വെയിറ്റ് കാണുമ്പോൾ അറിയാൻ പറ്റും. കാരണം അതിനെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്താണ് ആ ഗിഫ്റ്റ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സോ ഇത് മിനിമലിസ്റ്റിൻ്റെ ലിപ് ബാമാണ്. എൻ്റെ ലിപ് ബാം തീർന്നു. ഞാനൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിമലിസ്റ്റിൻ്റെ ഈ സെറമൈഡ് ലിപ് ബാം വിത്ത് SPF ആണ്. SPF ഉള്ളൊരു ലിപ് ബാം കുറച്ചേ ഉള്ളൂ മാർക്കറ്റിൽ. അപ്പോൾ മിനിമലിസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. അപ്പോൾ ഞാൻ അത് സെയിലിൽ വന്നപ്പോൾ മേടിച്ചു. ഇത് കുറേ നാൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കേട്ടോ. മിനിമലിസ്റ്റിൻ്റെ വെബ്സൈറ്റിലും ഉണ്ടായിരുന്നില്ല, നൈക്കയിലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത് അതിൻ്റെ ഒരു ടെക്സ്ചർ മാറിയ പോലെ തോന്നുന്നുണ്ട്. പ്രൊഡക്റ്റ് പുതിയതായിട്ട് അവർ ഇനി ഇതാക്കിയോ എന്താ പറയുക ഫോർമുലേഷൻ ഒന്ന് റീഫോർമുലേറ്റ് ചെയ്തോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം മുൻപത്തത് ഇത്രയും സോഫ്റ്റ് അല്ലായിരുന്നു. എന്തായാലും നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് ഇത് ഫിറ്റ്മിയുടെ കൺസിലർ ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയ്ഡ് കാണിച്ചു തരാം. ഭയങ്കര ടൈറ്റിലാണിത് ചെയ്ത് വെച്ചേക്കണത്. പിന്നെ കുറച്ച് പാടുപെട്ട് തുറക്കാൻ. സോ ഇതാണ് അതിൻ്റെ വാണ്ട്. എൻ്റെ ഷെയ്ഡ് മാച്ച് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മീഡിയം എന്ന് കണ്ടിട്ട് പലരുടെയും ഷെയ്ഡ് നോക്കിയിട്ടാണ് ഞാനിങ്ങനെ എൻ്റെ ആയിട്ട് മാച്ച് ചെയ്യണ ഷെയ്ഡ് കണ്ടപ്പോൾ മേടിച്ചതാണ്. മീഡിയം എനിക്ക് ചേരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇത് വെച്ചിട്ടൊരു മേക്കപ്പ് ലുക്ക് ചെയ്യണം. അപ്പോൾ കൺസീലർ നല്ല ക്രീമി മാറ്റ് ടൈപ്പ് കൺസീലറാണ്. ഒരുപാട് മാറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഒരു ക്രീമി ടെക്സ്ചർ കണ്ടിട്ട്. എന്തായാലും അതൊരു വിഷ് ലിസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റായിരുന്നു. അതും മേടിച്ചു. ന്യൂട്രജീനയുടെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. ഞാൻ എപ്പോഴും ന്യൂട്രജീനയുടെ സാധനങ്ങളാണ് മോസ്റ്റ്ലി മേടിക്കാറ് കേട്ടോ. ഇതിൻ്റെ സൺസ്ക്രീം ആണെങ്കിലും വൈറ്റ് കാസ്റ്റ് ഇല്ല, അഫോർഡബിളും ആണ്. ഇത് എന്താ പറയുക റെവ്ലോൺ ബ്രാൻഡിൻ്റെ ഒരു റം റൈസിൻ എന്നൊരു ഷെയ്ഡാണെന്ന് തോന്നുന്നു. ഞാനിതൊരു യൂട്യൂബർ നല്ല ഷെയ്ഡാണെന്ന് പറഞ്ഞ് കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് എത്രത്തോളം ചേരുന്നത് എനിക്കറിയില്ല. അയാളിട്ട് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ റെവ്ലോണിൻ്റെ ലിപ്സ്റ്റിക്സൊക്കെ നല്ല ലിപ്സ്റ്റിക്കാണ്, നല്ലൊരു ബ്രാൻഡാണല്ലോ. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം മേടിച്ചു. ഞാൻ കൂടുതലും ലിക്വിഡ് ലിപ്സ്റ്റിക്സാണ് യൂസ് ചെയ്യാറ്. ഇങ്ങനത്തെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് കുറച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. എനിവേ ഇതിൻ്റെ ഷെയ്ഡൊക്കെ സ്വാച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഒരു റോസ് പിങ്ക് ആ ഒരു ഷെയ്ഡാണ് അല്ലേ, ഒരു മ്യൂട്ടഡ് എന്നൊക്കെ പറയാം. നമുക്ക് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കാരണം ഓരോരുത്തരുടെ ഷെയ്ഡ് അനുസരിച്ചിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് മാറും, നമ്മുടെ ലിപ് പിഗ്മെൻറ്റേഷൻ അതൊക്കെ അനുസരിച്ച് മാറും. സോ കണ്ണും പൂട്ടി നമുക്ക് അങ്ങനെ നമ്മുടെ ഷെയ്ഡായിരിക്കും എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഇട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. ഇതാണ് ന്യൂട്രജീനയുടെ പെപ്റ്റൈഡ് മോയ്സ്ചറൈസർ. കൊറിയൻ ബ്രാൻഡാണ് ന്യൂട്രജീന കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ ഒരു ഹൈഡ്രോ ബൂസ്റ്റ് റേഞ്ചിൽ വരുന്ന ഒരു ക്രീമാണ് മേടിച്ചേക്കണേ. ഇതിൽ പെപ്റ്റൈഡ്സ് ഉണ്ട്. പെപ്റ്റൈഡ്സും നമ്മുടെ സ്കിന്നിന് ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കാരണം അതും ആൻറ്റി ഏജിങ് ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കൂടാതെ ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതെൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആയത്. 1000 റുപ്പീസിനാണ് എനിക്കിത് കിട്ടിയത്. അതിന് 1300 എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ വെബ്സൈറ്റിൽ. സോ എനിക്ക് ഓഫറിലാണ് കിട്ടിയത് 1000. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. എനിക്ക് ന്യൂട്രജീനയുടെ ബോഡി വാഷ് കിട്ടിയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 900 സംതിങ് ഉള്ള ബോഡി വാഷാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഞാനിത് ആഗ്രഹിച്ചിരുന്നതാണ് ഗൈസ്, പക്ഷേ എനിക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കത് ഫ്രീ കിട്ടി. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. കാരണം ഞാൻ ആഗ്രഹിച്ച സാധനം തന്നെ എനിക്ക് കാർട്ടിൽ ഫ്രീ ആയിട്ട് വന്നു. കാരണം ഇതിൻ്റെ റേറ്റ് കൊണ്ടിട്ട് ഞാൻ മേടിക്കാണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ന്യൂട്രജീനയുടെ എത്രയോ രൂപയുടെ മേടിക്കുമ്പോൾ അവർ ഇങ്ങനത്തെ സാധനം ഫ്രീ കൊടുത്തു. സോ ഐ വാസ് സോ ലക്കി. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.